നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാം, വളരെയധികം ഐശ്വര്യപ്രദമായ ഒരു വസ്തുവാണ് മണ്ണടി പൊന്നമ്മ എന്നറിയപ്പെടുന്ന മഞ്ഞൾ. മംഗളകർമ്മങ്ങൾ ഏതായാലും മഞ്ഞളില്ലാതെ അതൊക്കെയും അപൂർണമാണ്. അത്രയ്ക്ക് ഐശ്വര്യപ്രദവും പവർഫുള്ളുമായ ഒരു വസ്തു തന്നെയാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന വസ്തുവിനെ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നു എന്ന കാര്യമാണ്. അതിലുപരി ഈ മഞ്ഞൾ നമ്മുടെ ഗ്രഹനിലയെ ശക്തിപ്പെടുത്തും എന്നതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയായിരിക്കും? കൂടുതൽ ആളുകൾക്ക് അറിയാൻ പാടില്ല. ഈ മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ വ്യാഴവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ വ്യാഴം ബലവാനാകാത്ത അല്ലെങ്കിൽ വ്യാഴം അനുകൂലമല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ മഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ വ്യാഴത്തെ ബലപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ വ്യാഴം ബലവാനാകുന്നതിലൂടെ സാമ്പത്തിക മുന്നേറ്റം ഉറപ്പ് തന്നെ. അതിനായി ചെയ്യേണ്ടത്, വ്യാഴാഴ്ച ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾ, അതായത് നിങ്ങൾ രണ്ട് വിരൽ, തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ ചേർത്ത് ഒരു നുള്ളു മഞ്ഞൾ എടുത്ത് കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് കലർത്തിയിട്ട് കുളിക്കുക. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ നെഗറ്റിവിറ്റി പുറത്തേക്ക് പോവുകയും ശരീരത്തിലേക്ക് പോസിറ്റീവ് ഊർജം പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഏറ്റവും അധികമായി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തന്നെയാണ്. നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ദിനവും ചെയ്യുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എങ്കിലും വ്യാഴത്തെ ബലവാനാക്കാനായിട്ട് വ്യാഴാഴ്ച ദിവസം ഇത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. കൂടാതെ മഞ്ഞ ചരട് വലതു കൈയിൽ ധരിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. കൂടാതെ വ്യാഴാഴ്ച ദിവസം പ്രധാന കാര്യങ്ങൾക്ക് പോകുന്ന വേളയിൽ രാവിലെ നമ്മൾ ചന്ദനവും സിന്ദൂരം ഭസ്മം ഇതൊക്കെ അണിയാറുണ്ട് നെറ്റിയിൽ. അപ്പോൾ അതിന് പകരം വ്യാഴാഴ്ച ദിവസം മഞ്ഞക്കുറി ഒന്ന് നെറ്റിയിൽ അണിയിക്കുക. സർപ്പക്ഷേത്രത്തിൽ, അതായത് കാവിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞപ്രസാദം ലഭിക്കാറില്ലേ, അത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് അല്പം ജലം ഒഴിച്ച് അതിനെ ഒന്ന് ചാലിച്ച് മഞ്ഞ ആ കുറി അന്ന് ദിവസം നെറ്റിയിൽ അണിയുന്നതും ക്ഷേത്രത്തിൽ കൊടുത്തൊരു മഞ്ഞ ചരട് പൂജിച്ച് കയ്യിൽ അണിയുന്നതും അത് വ്യാഴാഴ്ച ദിവസം വേണം ഇത് ചെയ്യാൻ. കാരണം നമ്മൾ വ്യാഴത്തെ ബലപ്പെടുത്താൻ ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് അനുകൂലമായി മാറുകയും വ്യാഴത്തിൻ്റെ വളരെയധികം അനുകൂലാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയും അത് വളരെയധികം സമ്പന്നനാക്കി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്നതാണ്.